അവോയ്ഡിങ് വേർഡിനെസ്. അപ്പോൾ നമുക്കറിയാം അക്കാഡമിക് റൈറ്റിങ്ങിൽ വേർഡിനെസ് എന്ന് പറയുന്നത് പേരിൽ തന്നെ പറയുന്നുണ്ട്, എന്താണ്, കുറേയേറെ വേർഡ്സ് യൂസ് ചെയ്യുന്നതിനാണ് വേർഡിനെസ് എന്ന് പറയുക. ഇഫ് ഇറ്റ് ഓൾ എ സെൻറ്റൻസ് ഇസ് in abundance of words or a bulk of words are there, it is not beautiful in an academic writing. So we have to avoid it എന്നാണ് പറഞ്ഞു വരുന്നത്. When you try to transfer your thoughts and ideas into writing, you may not always be economical in your use of words. That is, you may be required to eliminate a number of words from your first draft without affecting the meaning of your work. If you are not able to revise your writings to make them clear and precise and direct when you prepare subsequent drafts, your instructor or evaluator may consider your writing wordy. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താ, എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ യുവർ റൈറ്റിംഗ് ക്യാൻ ബി വേർഡി. ദർ വിൽ ബി എ നമ്പർ ഓഫ് വേർഡ്സ് that will be what to say included in your writing. നമുക്ക് മീനിങ്ങിന് ആവശ്യമായ വേർഡ്സ് കൂടാതെ എക്സ്ട്രാ വേർഡ്സ് കുത്തി നിറച്ച് ഇടുന്നതിനെയാണ് നമ്മൾ വേർഡിനെസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്താൽ നമ്മളുടെ ഇവാലുവേറ്റർ എന്ത് ചെയ്യും, നമ്മുടെ റൈറ്റിങ്ങിനെ വേർഡി എന്ന് പറഞ്ഞിട്ട് മുദ്ര കുത്തും. Okay, so what our task is to avoid the usage of so many words. അത്ര അധികം വേർഡ്സ് നമുക്ക് ആവശ്യമില്ല. You may be required to eliminate a number of words from your first draft without affecting the meaning. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. നമ്മൾ പറയാൻ ഉദ്ദേശിച്ച സംഭവം അതേപോലെ തന്നെ അതിൻ്റെ മീനിങ് നിലനിർത്തിക്കൊണ്ട് ആവശ്യമില്ലാത്ത വേർഡ്സ് എലിമിനേറ്റ് ചെയ്ത് കളയുക. So there are certain methods to eliminate wordiness. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. So what is meant by wordiness? Basically wordiness എന്ന് പറയുന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. Okay, wordiness, the imperfection caused by the use of more words than the meaning demands. മീനിങ് ആവശ്യപ്പെടുന്നതിലധികം വേർഡ്സ് യൂസ് ചെയ്തിട്ട് ആ സെൻറ്റൻസിന് ഒരു ഇംപെർഫെക്ഷൻ വരുത്തുന്നതിനെയാണ് വേർഡിനെസ് എന്ന് പറയുന്നത്. സോ ആസ് എ ഡെഫിനിഷൻ യു ക്യാൻ ലേൺ ദിസ് ലൈൻ ടു ഗിവ് ജസ്റ്റ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് വാട്ട് ഈസ് കോൾഡ് വേർഡിനെസ്. എന്താണ് വേർഡിനെസ് എന്ന് പറഞ്ഞാൽ? It is the imperfection caused by the use of more words than the meaning demands. And there are certain words and phrases that describe wordiness. It is also called verbal garbage. Verbal garbage നമുക്ക് ഇതിനെ വിളിക്കാൻ സാധിക്കും. And there are certain words that we have to avoid, like very, kind of, sort of, type of, really, definitely, actually. ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ നമുക്ക് അക്കാഡമിക് റൈറ്റിങ്ങിൽ നിന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണ്. ഇനി കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഒരു സെൻറ്റൻസ് നോക്കി ഇവിടെ. There was a time when Arakan forest turtle was thought by scientists to be extinct. അതേ സെൻറ്റൻസ് തന്നെ വേറൊരു രീതിയിൽ എഴുതിയിരിക്കുന്നത് നോക്കിയേ. സയൻറ്റിസ്റ്റ് വൺസ് തോട്ട് ദ അരാക്കൻ ഫോറസ്റ്റ് ടേർട്ടിൽ വാസ് എക്സ്റ്റിങ്ക്റ്റ്. കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് വേർഡ്സ് കുറച്ചിട്ട് മീനിങ്ങിനെ എഫക്റ്റ് ചെയ്യാതെ അതിനെ ഒരു റിവൈസ്ഡ് വേർഷൻ കണ്ടില്ലേ അവിടെ. ആദ്യത്തെ എന്തായിരുന്നു? there was a time when the Arakan forest turtle was thought by scientists to be extinct. എന്താണ് ഈ അരാക്കൻ ഫോറസ്റ്റ് ടേർട്ടിൽ എന്ന് പറയുന്ന സ്പീഷീസ് നമ്മൾ ഭൂമിയിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയിരിക്കുന്നു എന്ന് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് സയൻറ്റിസ്റ്റ് ചിന്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത്രയും പറയുമ്പോൾ തന്നെ കുറേ വേർഡ്സ് കുത്തി നിറച്ച പോലെ തന്നെ തോന്നുന്നുണ്ട്. ദാറ്റ് സെൻറ്റൻസ് ഇസ് കോൾഡ് വേർഡി സെൻറ്റൻസ്. പക്ഷെ അതിനെ തന്നെ റിവൈസ് ചെയ്തിട്ട് നമ്മൾ രണ്ടാമത് എഴുതിയപ്പോൾ എങ്ങനെ എഴുതി? സയൻറ്റിസ്റ്റ് വൺസ് തോട്ട് ദ അരാക്കൻ ഫോറസ്റ്റ് ടേർട്ടിൽ വാസ് എക്സ്റ്റിങ്ക്റ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. സോ ദ അതർ നെയിം ഫോർ വേർഡിനെസ് ഇസ് വെർബൽ ഗാർബേജ്, ആസ് ഐ ടോൾഡ് യു. അപ്പോൾ അതുപോലെ തന്നെ കുറേയേറെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ലഷ് green, scenic and breathtaking hill stations of Kerala are visited by a large number of tourists from European countries every year. യൂറോപ്യൻ എന്നാക്കണം കേട്ടോ, അവിടെ ഒരു എസ് എക്സ്ട്രാ വന്നിട്ടുണ്ട്, അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. അപ്പോൾ അതിൻ്റെ റിവൈസ്ഡ് ഫോം എങ്ങനെയായിരിക്കും? കുറേ വേർഡ്സൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട് പിന്നെ എങ്ങനെയാണ് അതിന് എഴുതിയത്? മെനി യൂറോപ്യൻ ടൂറിസ്റ്റ് വിസിറ്റ് ദ സീനിക് ഹിൽ സ്റ്റേഷൻസ് ഓഫ് കേരള എവറി ഇയർ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അതിനെ റിവൈസ് ചെയ്തിട്ട് കുറേ വേർഡ്സൊക്കെ കളഞ്ഞ് നമ്മളിങ്ങനെ ആക്കിയ സെൻറ്റൻസിനെ. അതേപോലെ തന്നെ കുറേ എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. യു പീപ്പിൾ ക്യാൻ റെഫർ ടു ഇറ്റ് ലേറ്റർ. ഓക്കെ, എക്സാം ബേസിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസൊക്കെ ആഡ് ചെയ്യാൻ പറ്റും.
ആൻഡ് ആസ് യു ഓൾ നോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ആൻസർ എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലെങ്ത് ഒക്കെ കൂട്ടുന്നുണ്ടെങ്കിൽ ദീസ് എക്സാമ്പിൾസ് മേ കം ടു യുവർ റെസ്ക്യൂ. ഓക്കെ, ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് സഹായകരമാവും. ഒരു ആൻസറിനെ നമുക്ക് വലിച്ചു നീട്ടാനായിട്ട് വാക്കുകളുടെ ഒരു എന്താ പറയുക സ്കാസിറ്റി വരികയാണെങ്കിൽ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദീസ് എക്സാമ്പിൾസ്. ഓക്കെ, സോ ഹൗ ടു എലിമിനേറ്റ് വേർഡിനെസ്, നമ്മൾ അടുത്തതായിട്ട് അതാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് ബെറ്റർ ടു മേക്ക് another person read your work to suggest areas that require improvement. One important way to eliminate wordiness is by using the language of your discipline. ആദ്യം പറഞ്ഞ പോയിന്റ് എന്താണ്, നമ്മളെപ്പോഴും ആരെങ്കിലും കൊണ്ട് വായിപ്പിക്കുക, രണ്ടാമതൊരാൾ വായിച്ച് നോക്കണം നമ്മളുടെ വർക്ക്. അപ്പോൾ തന്നെ മനസ്സിലാകും, ഓ ഈ സെൻറ്റൻസ് ഇങ്ങനെ മാറ്റാമായിരുന്നു, അല്ലെങ്കിൽ ഈ സെൻറ്റൻസിന് ഇത്രയും വേർഡ്സ് വേണ്ടായിരുന്നു എന്നൊക്കെ അവർ സജസ്റ്റ് ചെയ്ത് തരും. അതൊരു വഴിയാണ്. രണ്ടാമത്തെ വഴി എന്താ പറയുന്നത്, ബൈ യൂസിങ് ദ ലാംഗ്വേജ് ഓഫ് യുവർ ഓൺ ഡിസിപ്ലിൻ. അതിൻ്റെ എക്സാമ്പിൾ നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം, അപ്പോൾ കൂടുതൽ മനസ്സിലാവും. ഇവിടെ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന ഒരാളുടെ എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ ഇൻസ്റ്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. നോക്കിയേ, ആദ്യത്തെ സെൻറ്റൻസ് നോക്കിയേ. The poem consists of 14 lines. There are 3 4-line stanzas and a 2-line stanza. ഇത്രയും പറഞ്ഞപ്പോൾ എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. ഇപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഷീ ഓർ ഹി മൈറ്റ് സേ ദ സോണറ്റ് കൺസിസ്റ്റ് ഓഫ് 3 quatrains ആൻഡ് എ couplet. കണ്ടോ എങ്ങനെയാണ് മാറിയത് ഇത്? ഇതിൽ ആദ്യത്തെ സെൻറ്റൻസ് നോക്കിയേ, ദ പോയം കൺസിസ്റ്റ് ഓഫ് 14 lines. 14 ലൈൻസ് ഉള്ള ഒരു പോയമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോണറ്റ്. അപ്പോൾ അത് എന്താ പറയുക, ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് മാത്രമേ ആ ഒരു പേര് അറിയുള്ളൂ. അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർഡിനെസ് അവോയ്ഡ് ചെയ്യാൻ നമ്മളുടെ ലാംഗ്വേജിൻ്റെ ഉചിതമായ വേർഡ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ പോയം കൺസിസ്റ്റിംഗ് ഓഫ് 14 ലൈൻസ് എന്നുള്ളത് ഒറ്റ വാക്കിൽ സോണറ്റ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് 3 4-line stanzas. ഒരു 4-line സ്റ്റാൻസനെ നമ്മൾ ഒരു 4 വരിയുള്ള സ്റ്റാൻസനെ വിളിക്കുന്ന പേരെന്താ, ക്വാട്രെയിൻ എന്നാണ്. അപ്പോൾ അതിനെ മാറിയത് കണ്ടോ, 3 quatrains എന്നാക്കി. ഓക്കെ, ആൻഡ് എ 2-line stanza, 2 വരിയുള്ള ഒരു സ്റ്റാൻസനെ വിളിക്കുന്ന പേര് കപ്ലെറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് വേർഡിനെസ് എലിമിനേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മളുടെ ഫീൽഡിൽ പറ്റിയ, ഇപ്പോൾ സയൻസിന് പറ്റിയ കുറേ ടേംസ് ഉണ്ട്, അത് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്നവർ അതിന് പറ്റിയ ടേംസ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഓരോ ഫീൽഡിലും അവരുടെ ഏരിയയിലുള്ള സ്പെസിഫിക് ടേംസ് ഉണ്ട്, അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയേറെ വേർഡ്സിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി കുറച്ച് വേറെ വഴികൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, റീപ്ലേസ് സ്റ്റോക്ക് ഫ്രേസസ് വിത്ത് 1 word equivalents. ഫോർ എക്സാമ്പിൾ, ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി ടു എന്ന് പറയുന്നതിന് പകരം നിയർ എന്ന് പറയാം. അതുപോലെ തന്നെ ഇസ് പ്രോക്സിമിറ്റി ടു എന്ന് പറയുന്നതിന് പകരം നിയർ എന്ന് പറയാം. ആൻഡ് ഇസ് അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് നോസ് എന്ന് പറയാം. ഓക്കെ, ഇത്രയും വാക്കുകൾ കണ്ടോ, ഈസ് അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ്, ഇങ്ങനെ 6 വാക്കുകൾ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ജസ്റ്റ് 1 word കൊണ്ട് നമുക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നോസ് എന്ന് പറയാം. അതേപോലെ തന്നെയാണ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് എന്നതിന് പകരം ബിക്കോസ് മാത്രം യൂസ് ചെയ്താലും മതി. അടുത്ത പോയിന്റ് എന്താ, അവോയ്ഡ് റിഡൻഡൻറ്റ് എക്സ്പ്രഷൻസ്. ഈ റിഡൻഡൻറ്റ് എക്സ്പ്രഷൻസ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതായിരുന്നു നിങ്ങൾക്ക്. അഡ്വാൻസ്, റിസർവേഷൻ, മീറ്റ് ടുഗെദർ, ഓർമ്മയില്ലേ? ഒരേ അർത്ഥം വരുന്ന 2 വാക്കുകൾ ആവശ്യമില്ലാതെ ഒരുമിച്ച് വെക്കണ്ട, അതൊക്കെ അവോയ്ഡ് ചെയ്ത് കളയാം. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് അവോയ്ഡ് സെൻറ്റൻസ് ഓപ്പണേഴ്സ് ലൈക്ക് ഇറ്റ്, ദെർ ഇസ് ആൻഡ് ദെർ ആർ, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് വീക്ക് ആൻഡ് വേർഡി വേർബ്സ് ലൈക്ക് കം ടു എ കൺക്ലൂഷൻ. ഇതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു വേർഡ് എന്താ, കം ടു എ കൺക്ലൂഷന് പകരം കൺക്ലൂഡ് എന്ന് മാത്രം പറഞ്ഞാൽ പോരെ. അതേപോലെ തന്നെ മേക്ക് എ ഡിസിഷൻ എന്ന് പറയുന്നതിന് പകരം ഈ 3 വാക്കുകൾ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ഡിസൈഡ് എന്ന് ചുമ്മാ ഡിസൈഡ് എന്ന് പറഞ്ഞാൽ മതി. ആൻഡ് റെഡ്യൂസ് ദ യൂസ് ഓഫ് ദാറ്റ് ആൻഡ് വിച്ച്. അടുത്ത പോയിന്റ് സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ടു അവോയ്ഡ് വേർഡിനെസ്. ഇത് കൂടാതെ 2 പോയിന്റ്സും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവോയ്ഡ് വേർഡ്സ് ലൈക്ക് വെരി, ക്വയറ്റ് ആൻഡ് ജസ്റ്റ്. ഓക്കെ, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ.
ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ജസ്റ്റ് ആൻ ആക്ടിവിറ്റി ബേസ്ഡ് തിങ്. അത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സാമൊക്കെ നിയർ ചെയ്യുമ്പോൾ റിവിഷൻ ബേസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യേണ്ടവർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. യു ക്യാൻ ഫൈൻഡ് ഔട്ട് വൺ വേർഡ് ഇക്വാലൻസ് ഫോർ ദീസ് ഫ്രേസസ്. ഓക്കെ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഈ ഫ്രേസസിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ വാക്കിലുള്ള വേർഡ്സ് കണ്ടുപിടിക്കുക.